അറിയാം ഫാമിലി പടങ്ങൾ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുമതിയോളവും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിലാഷേട്ടൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. എങ്ങനെ തോന്നുന്നു ഈ നിമിഷത്തെ? ഏറ്റവും വലിയ സന്തോഷം. രാഗം ഹൗസ്ഫുൾ ആവുക എന്ന് വെച്ചാൽ അതൊരു അഭിമാന നിമിഷമാണ്. എനിക്കൊന്ന് മാളികപ്പുറം സമയത്ത് 2 മണിയാണ് രാത്രി വന്നത്. 2 ദിവസം ഈ പറയുന്ന ഒരു ക്രൗഡിനെ കാണാൻ പറ്റി. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ സെക്കൻഡ് ഡേ വന്നപ്പോൾ തന്നെ ഓൾറെഡി ഇന്നലത്തെ ഷോസും ഫുള്ളാന്ന് പറഞ്ഞു. ഈ ഷോ അപ്പോൾ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷം. കാരണം ആസിഫ് അലിക്ക് അവർക്ക് പറയണ്ടായി തൃശ്ശൂര് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ആ പടത്തിന് ഭയങ്കര റെസ്പോൺസാണ്. ഞാൻ പറയാറുണ്ട്, അതായത് ഇത് ആസിഫൊക്കെ പറഞ്ഞ കാര്യം വെച്ചാൽ സിനിമാക്കാരുടെ ഏറ്റവും വലിയ സംസാരമായ ഒരു കാര്യം. അതായത് രാഗം ഫുള്ളായാൽ സിനിമ ഹിറ്റാണ്. ഇതാണ് ആ ഫോർമുല. കാരണം അത്രയും വലിയ തിയേറ്റർ, അത്രയും കപ്പാസിറ്റി ഉള്ള തിയേറ്റർ. പിന്നെ തൃശ്ശൂർക്കാരുടെ ഇതുണ്ട് പാറ്റേൺ ഓഫ് ടോക്കിങ്ങിൽ പടം ഇഷ്ടമല്ലെങ്കിൽ പച്ചത്തറിയിൽ തുറന്നു പറയും. ഇഷ്ടപ്പെട്ട ഈ കാണുന്ന ഫാമിലി റൗണ്ട് ബ്ലോക്ക് ആവും. താങ്ക് യു തൃശ്ശൂർക്കാർക്ക് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടി അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കി? ഞാൻ പറഞ്ഞത് നെഗറ്റീവ് അറ്റാക്ക് ചെയ്യുന്നവർക്ക് അവർ ചെയ്യട്ടെ. അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും റിസൾട്ട് എന്ന് പറയുന്നത് ആരാണോ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കാണ്. അതുകൊണ്ട് അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. അല്ല, നെഗറ്റീവ് വന്നുകൊണ്ട് സിനിമ ഇവിടെ മോശമാണെങ്കിൽ ഇവിടെ പല സിനിമകൾക്കും വലിയ തോതിൽ അറ്റാക്ക് ഉണ്ടായിട്ട് ഇവിടെ വലിയ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ മാത്രം ആലോചിച്ചാൽ മതി. അതിനെ എന്തൊരു തേജോതാണ് ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്തത്. പക്ഷേ ഇവിടെ തിയേറ്ററുകൾ ഫുള്ളായിരുന്നു. ഇവിടെ കേരളത്തിൽ എല്ലായിടത്തും. അപ്പോൾ അന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം റിവ്യൂസ് എന്ന് പറയുന്നത് സിനിമ കണ്ട ആളുകൾ ജെന്യുവിനായിട്ട് പറയുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് ദ റിയൽ. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. നമ്മൾ എത്രയോ ദിനരാത്രങ്ങളിൽ ഇരുന്നിട്ട് എഴുതിണ്ടാക്കണ പടം ഇവനൊരു സുപ്രഭാതത്തിൽ 5 മിനിറ്റ് കൊണ്ടിരുന്നിട്ട്, അതായത് പടം ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ല നമുക്ക് പറയാം. ഇത് അങ്ങനെയല്ല, വെറുതെ അരമണിക്കൂറിൽ അങ്ങനെ ഞാൻ പറയില്ല. അവര് കഞ്ഞി കുടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അവർ ചെയ്തോട്ടെ. നമ്മൾ ചെയ്തൊരു കഷ്ടപ്പാട് കൊണ്ട് അവർക്കും ഗുണം കിട്ടുക, കിട്ടിക്കോട്ടെ. അല്ല ഇപ്പം ഞാൻ എന്താ പറയാനായിട്ടത് അങ്ങനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ പറയും, ഇപ്പം ഈ പറയുന്ന റിവ്യൂവേഴ്സൊക്കെ നമ്മുടെ കഴിഞ്ഞ പടങ്ങളിലോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ പടങ്ങളിൽ നല്ലത് പറയുമ്പോഴും നമ്മൾ ഇവർ നല്ലത് പറഞ്ഞു. പക്ഷെ ആ പരിപാടി ഞാൻ അന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും ചെയ്തിട്ടില്ല. കാരണം നല്ലത് പറഞ്ഞാലും ഞാനത് ഷെയർ ചെയ്യാറില്ല. മോശം എനിക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൺസെപ്റ്റിൽ ദ റിയൽ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങി പോകുന്ന ആളുകളുടെ ഇതാണ്. ഒരാളതിൽ മോശം പറഞ്ഞു വെച്ചോട്ട് ആ സിനിമയെ മൊത്തത്തിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊന്നും നോ മൈൻഡ്. പിന്നെ അവർ ചെയ്യുന്നതും ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നല്ലതെന്ന് ഞാൻ പറയും. കാരണം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷെ അതൊരു ഉദ്ദേശം മറ്റൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം എത്ര റിവ്യൂ വന്നാലും പ്രൊഡക്റ്റ് നല്ലതാണ് പടത്തിൽ. നമ്മൾ ആ കോൺഫിഡൻസ് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാനാണ്. പിന്നെ എടുത്ത് പറയാൻ നമ്മുടെ സുരേഷന്റെ മോൻ ഗോകുൽ ഒരുപാട് ഡിജിറ്റലൊക്കെ. പക്ഷെ ഈ പടത്തില് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. കാരണം അച്ഛന്റെ പണ്ടത്തെ കമ്മീഷണറിലൊക്കെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര കൈഡിയാണ് തിയേറ്ററിൽ. 2 ദിവസം മുന്നേ കളിയാക്കി പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ മക്കള് അവരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റിന്റെ മക്കൾ അഭിനയിച്ചാൽ എന്താ കുഴപ്പം? അവർ ഇപ്പൊ ഗോകുലൊക്കെ ഈ സിനിമ ചെയ്തു വെച്ചേക്കുന്നത് എന്തൊരു കൈയടിയാണ് ചേർത്ത് കിട്ടുന്നത്. അത്ര നാളെ നെഗറ്റീവ് അടിച്ചവർ ഇപ്പൊ കൈയടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് പറയുന്നതിനെ കൊണ്ടുകൂടെ കൈയടിപ്പിക്കുക എന്നുള്ളതാണ് സിനിമയുടെ മാജിക്. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് റിവ്യൂസേഴ്സ് ആയാലും അതന്നെ അതിനുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കൈയടിയില്ലേ. അപ്പൊ ഇതിൽ 100 ദിവസം ഓട്ടോപ്പില്ല ചേട്ടാ. തീർച്ചയായിട്ടും. പ്രൊജക്ട് ഏതായിരിക്കും? അടുത്ത ഇപ്പൊ എം മോഹനന്റെ പടമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പത്മകുമാർ സാർ ഇതേ ടീം തന്നെ. ഞങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതൊരു കംഫർട്ട് ടീമാണല്ലേ. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനാണ് അവനാണ് ബ്രദർഹുഡ് റിലേഷൻ. അല്ല, അതാ പറയാം. ഞാൻ എന്ത് ചിന്തിക്കുന്ന അവനും അറിയാം, അവന് ചിന്തിക്കുന്നത് എനിക്കും അറിയാം. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഈഗോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാകും. അത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് അപ്പുറത്തേക്ക് അടിയില്ല. അതുകൊണ്ട് മുന്നോട്ട് പോയില്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ ഈ പടത്തിൽ നല്ല കൂടുതൽ ആ പ്രേതൊക്കെ വരുന്ന സീനുകളില്ലേ, അതൊക്കെ വളരെ ഹോളിവുഡ് ലെവലിൽ കണ്ണൊക്കെ തുറക്കില്ല. അതിന്റെ മെയിൻ റീസൺ വെച്ചാൽ ഒന്ന് ഡയറക്ടർ പെർസ്പെക്റ്റീവ് ചെയ്തത് നല്ലതാണ്. എൻ്റെ ക്യാമറമാൻ രാക്ഷസനൊക്കെ ചെയ്ത അത്രയും വലിയ ക്യാമറമാൻ. അപ്പം കാട്ടിലൂടെ മൂന്ന് സീൻ പെട്ടെന്ന് ഇഷ്ടമായി. അത് അഭിലാഷേട്ടൻ എഴുതിയിട്ടുള്ളതായിരുന്നു. നമ്മള് മേക്കിംഗ് വൈസ് നമ്മള് ഒരു സീക്വൻസ് എഴുതുമ്പോൾ തന്നെ ഞാൻ അതിന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് പെട്ടെന്ന് നല്ല രീതിയിൽ പോണപ്പോൾ സ്ത്രീകളൊക്കെ പെട്ടെന്ന് കരച്ചിൽ പിടിച്ചില്ലേ. ഇതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഇൻട്രോ ബ്ലോക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി ബോർഡ് ചെയ്തതാണ്. അത് കറക്റ്റായിട്ട് ആ ഇന്റർവ്യൂല് ഒരു സീറ്റ് എഡ്ജിങ് ആണ്. അത് ഗംഭീരമായിട്ടുണ്ട്. കാരണം ഒരു ഹോളിവുഡ് അപ്രയാസം പറഞ്ഞ സീനുകൾ ഒരു രക്ഷയില്ല. ഹോളിവുഡാ. ഞാൻ ഇവിടുത്തെ ഇന്റർവ്യൂ ആവാറ്. ഞാനൊന്ന് പക്ഷേ ഇനിയും ഒരുപാട് പടങ്ങൾക്ക് കൂടെ രാജ്യത്തിൽ വരാൻ പറ്റട്ടെ.